ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ പ്രധാന വേഷത്തിലെത്തിയ മാസ് ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു റെട്രോ. സൂര്യയും കാർത്തിക് സുബ്ബരാജും ആദ്യമായിട്ട് ഒന്നിക്കുന്നു എന്നത് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് റെട്രോയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ കാരണം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു വൺ ടൈം വാച്ചബിളായിട്ടാണ് തോന്നിയത്. സൂര്യയെ കുറേ നാളുകൾക്ക് ശേഷം നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്ത സിനിമ കൂടിയാണ് റെട്രോ. സൂര്യ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ ക്യാരക്ടർ കിടിലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂര്യയുടെ ലുക്കായാലും പെർഫോമൻസ് ആയാലും ആക്ഷൻ സീനുകളായാലും എല്ലാം തന്നെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യ എന്ന ഫാക്ടർ തന്നെയാണ് റെട്രോ എന്ന സിനിമ എനിക്കൊരു വൺ ടൈം വാച്ചബിളായിട്ട് മാറാൻ കാരണം. അതുപോലെ കാർത്തിക് സുബ്ബരാജിൻ്റെ ഫ്രെയിമിൽ നടന്മാർ വരുമ്പോഴുള്ള സ്റ്റൈലും സ്വാഗുമൊക്കെ സൂര്യയുമായിട്ട് ഒന്നിച്ചപ്പോഴും കിട്ടിയിട്ടുണ്ട്. സന്തോഷ് നാരായണൻ്റെ ബിജിഎമ്മും സോങ്സും ഒക്കെ ഒരു രക്ഷയുമില്ല, നല്ല രീതിക്ക് തന്നെ പണിയെടുത്തിട്ടുണ്ട്. റെട്രോ എന്ന സിനിമയെ സൂര്യയും സന്തോഷ് നാരായണനെയും മാറ്റി നിർത്തി നോക്കിയാൽ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ഒക്കെ കട്ട ശോകമാണ്. ഒരു തരത്തിലും ഇമോഷണലി കണക്ഷൻ സിനിമയിൽ എവിടെയും ഫീൽ ചെയ്യുന്നില്ല. റൊമാൻസ് ആയാലും പൂജയെ കുറച്ച് ഡിഫറൻറ്റ് ലുക്കിൽ കാണാൻ സാധിച്ചെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലായിരുന്നു. എല്ലാവരും അവർക്ക് കൊടുത്ത റോൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് സ്റ്റോറി ഷിഫ്റ്റ് ചെയ്ത് ജിഗർത്തട്ട ഡബിൾ എക്സിലെ പോലെയൊക്കെ ആക്കാൻ ശ്രമിച്ചതാണ് പാളിപ്പോയത്. പൊളിറ്റിക്സ് പറയാനാണെങ്കിൽ അതിനുവേണ്ടി മാത്രം സിനിമ എടുത്താൽ മതി. അല്ലാതെ ഒരു സിനിമയിൽ തന്നെ റൊമാൻസും ഗ്യാങ്സ്റ്റർ ഡ്രാമയും പൊളിറ്റിക്സും എല്ലാം കൂടി കുത്തിക്കയറ്റിയതാണ് ഇപ്പോൾ പ്രശ്നമായത്. ക്ലൈമാക്സ് ഒക്കെ കൂട്ടച്ചിരിയായിരുന്നു തിയേറ്ററിൽ. മൊത്തത്തിൽ സൂര്യ ഫാൻസിനും സൂര്യയെ ഇഷ്ടപ്പെടുന്നവർക്കും റെട്രോ ഒരു ഡീസൻറ്റ് വാച്ച് തന്നെയായിരിക്കും. തിയേറ്ററിൽ കാണാവുന്ന കുറേ നല്ല മൂമെൻറ്റ്സും ഫൈറ്റും പെർഫോമൻസും ഒക്കെ സിനിമയിലുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാവർക്കും വർക്കാകുന്ന ഒരു സിനിമയായിട്ട് റെട്രോ തോന്നുന്നില്ല. സൂര്യയെ കാർത്തിക് സുബ്ബരാജ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തുവെങ്കിലും സിനിമയ്ക്ക് നല്ലൊരു കഥ കൂടി സെറ്റ് ചെയ്യണമായിരുന്നു. എന്തായാലും നടിപ്പിൻ നായകൻ്റെ ശക്തമായ തിരിച്ചുവരവിനായി ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഈ സിനിമ കണ്ടപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് സൂര്യയൊക്കെ ഇപ്പോഴും ലുക്കായാലും പെർഫോമൻസ് ആയാലും ആക്ഷൻ സീനുകളായാലും എന്ത് കിടിലനായിട്ടാണ് ചെയ്യുന്നതെന്ന്. എന്താണ് എന്നിട്ടും നല്ല സ്ക്രിപ്റ്റുകളൊന്നും അദ്ദേഹത്തെ തേടി എത്താത്തതെന്ന്. എന്തായാലും അധികം വൈകാതെ തന്നെ നല്ലൊരു തിരക്കഥയിൽ ഒരു പക്കാ കൊമേഴ്ഷ്യൽ സൂര്യ പടം കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. സിനിമ കണ്ടിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവെക്കൂ. സിനിമയുടെ 2 ദിവസത്തെ വ്യക്തമായ കളക്ഷനും പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിവസം വേൾഡ് വൈഡായിട്ട് 35 കോടി രൂപയായിരുന്നു സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. ട്രാക്കിംഗ് പേജുകൾ പുറത്തുവിട്ട കളക്ഷൻ ആണിത്. വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് ഡേ 46 കോടി നേടിയെന്ന് പോസ്റ്റർ വന്നതൊക്കെ പ്രൊമോ ഫിഗർ മാത്രമായിരിക്കാനാണ് സാധ്യത. 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 21 കോടി 65 ലക്ഷം രൂപയും കേരളത്തിൽ നിന്ന് 3 കോടി 10 ലക്ഷം രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓവർസീസിൽ നിന്ന് 13 കോടി 40 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. റെട്രോയുടെ 2 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 46 കോടി 45 ലക്ഷം രൂപയാണ്. 65 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ആവറേജ് റെസ്പോൺസ് വെച്ച് തന്നെ ഇങ്ങനെ പോയാൽ ഹിറ്റാകാൻ സാധിക്കും. ഏതായാലും കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കൂടി പരിഗണിക്കുക.